ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത് പുറത്ത് പോകാനൊന്നല്ല കേട്ടോ ഗൈസ്. നമ്മുടെ വീട്ടിലേക്ക് 9 മന്ത് പരിപാടിക്ക് വേണ്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എന്ന് വെച്ചാൽ മലപ്പുറത്ത് നിന്ന് നമ്മുടെ കസിൻസും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞാൻ 2 മാസത്തിന് ശേഷം കാണുന്ന ഒരു ത്രില്ലിലാണ്. കൂടെ ഞാൻ വിചാരിക്കുന്ന ഒരു ചെറിയൊരു മോം ട്യൂബ് കൂടെ നടത്താമെന്ന് കേട്ടോ. അതിന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുക കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും 9 മന്ത് സെലിബ്രേഷൻ നടത്താറുള്ളത്. പക്ഷെ ഞങ്ങളുടെ അവിടെ ആകുമ്പോൾ 9 വക സ്നാക്സൊക്കെ ആയിട്ടായിരിക്കും വരിക. പക്ഷെ ഓരുടെ നാട്ടിൽ 9 വക സ്നാക്സും കൂടെ നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്കുള്ള തിങ്സും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ ഒന്നും അറിയില്ല ഗൈസ് എങ്ങനെയാണെന്നൊക്കെ. കാരണം 2 ജില്ല ആയതുകൊണ്ട് എങ്ങനെയാണെന്നൊരു ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങളത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും നോക്കുക ഗൈസ്. അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ അവരെത്തിയിട്ട് ഗൈസ്, എത്തിയിട്ട് കയറുന്ന ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മോം ട്യൂബിക്കുള്ള കേക്കൊക്കെ റെഡിയാക്കി അതൊക്കെ കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ നമ്മുടെ വാവ വരാനായിട്ട്. അങ്ങനെ അതിനുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. പിന്നെ അങ്ങനെ കണ്ട് ഇതൊക്കെയാണ് ഗൈസ്, എല്ലാവരും വന്ന് എല്ലാവരും കേട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞ് കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ എപ്പോഴും നമ്മളുടെ മെയിൻ പരിപാടിയാണല്ലോ റീൽസ് എടുക്കൽ. അതിലാണല്ലോ നമ്മുടെ എല്ലാം ഉള്ളത്. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ റീൽസ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ റീൽസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് ഡാൻസും പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. പിന്നെ കുറച്ച് സ്ഥലമൊക്കെ കാണാനായിട്ട് പോയിട്ടോ. റീൽസ് എടുക്കുന്നത് പിന്നെ അറിയാമല്ലോ, കുറേ നേരം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെ റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിൽ പോവുമായിരുന്നു. ഓരിറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓരങ്ങനെ റെഡി ആയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇനി എന്നാ വരിക, പിന്നെ ഇനി എന്തൊക്കെയാണെന്നൊക്കെ. രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു ഉഷാറൊക്കെ എല്ലാവരുടെയും പോയി ഗൈസ്. കാരണം ചൂട് അത്രയ്ക്ക് അധികമായിരുന്നു. കുട്ടികളായാലും എല്ലാവരായാലും എല്ലാവരും നല്ലോണം ക്ഷീണിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ ഓരോ വണ്ടിയിൽ കയറാനായിട്ട് പോവുക കേട്ടോ ഗൈസ്. അങ്ങനെ അവർ വന്നവരൊക്കെ പോയിട്ടോ. പോയപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് അവരിങ്ങോട്ട് വരുമല്ലോ വാവനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ കുഴപ്പമില്ല. പിന്നെ എന്തായാലും ഇപ്പം ആകെ ക്ഷീണിച്ചു പോയി ഗൈസ്. കാരണം ഇവിടുത്തെ ചൂട് ഒന്നാമത് അറിയാമല്ലോ, പാലക്കാട്ടിൽ നല്ല ചൂടാണ്. അതിൻ്റെ പുറത്ത് ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ചൂടും ഒക്കെ കൂടെ ആയിട്ട് ആകെ പുകഞ്ഞു പോയി. ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.